ഗുഡ് ഈവനിംഗ് ഡേഴ്സ്, ഗുഡ് ഈവനിംഗ് മസ്റ്റേഴ്സ്. സിയാദിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ ബീഹാർ ഇലക്ഷൻ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ മറികടന്ന് നിലവിൽ 202 സീറ്റുകളായിട്ട് NDA വലിയ തോതിലുള്ള വിജയം കൈവരിച്ചു. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് 35 സീറ്റ് മാത്രമാണ് ഉള്ളത്. 91 സീറ്റുമായിട്ട് BJP ഒറ്റകക്ഷിയായി. JDUവും 83 സീറ്റ് ആയിട്ട് വൻ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു വലിയൊരു വിജയത്തിലേക്ക് റൂളിംഗ് പാർട്ടി തന്നെ വീണ്ടും ഗവൺമെൻറ് ഫോർമേഷനായിട്ട് പോകുമ്പോൾ മാർക്കറ്റിൽ ഇന്ന് കണ്ടത് എങ്ങുമില്ലാത്ത ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചുകയറ്റാണ്. രാവിലെ നിഫ്റ്റി വലിയ തോതിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇന്നലെ US മാർക്കറ്റിൽ സെൽ ഓഫ് ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്തുടർച്ച എന്നോണം രാവിലെ ഏഷ്യൻ മാർക്കറ്റിൽ സെൽ ഓഫ് ഉണ്ടായിരുന്നു. പിന്നീട് യൂറോപ്യൻ മാർക്കറ്റിൽ സെൽ ഓഫ് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 1 അവർ നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് 175 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഗ്യാപ് ഡൗൺ 25,875 ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും 25,700 പരിസരത്ത് ലോ. വീണ്ടും മാർക്കറ്റ് മുന്നോട്ട് പോയി. വീണ്ടും മാർക്കറ്റ് 25,738 ലോ. വീണ്ടും നിഫ്റ്റി ഒരു ശക്തമായിട്ടൊരു വലിയ ക്യാൻഡിൽ കാണാം. ഒരു ഒറ്റ ക്യാൻഡിൽ നിഫ്റ്റി ഏകദേശം 100 പോയിൻ്റ് അടുത്താണ് റാലി രേഖപ്പെടുത്തിയത്. അതിനുശേഷം 25,916 നിഫ്റ്റി ക്ലോസ് നടത്തി നിൽക്കുകയാണ്. നിഫ്റ്റിയിൽ ശക്തമായ മുന്നേറ്റം കൈവരിച്ചത് എറ്റേണൽ, ഭാരത് ഇലക്ട്രോണിക്സ്, ട്രെൻഡ്, SBI, ജിയോ ഫിനാൻസ് പോലെയുള്ള കമ്പനീസാണ്. ഇൻഫോസിസ് പോലെയുള്ള കമ്പനീസ്, IT കമ്പനീസ് ഇന്നലെ US വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇൻഫോസിസ് ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഐഷർ മോട്ടോഴ്സ് ഒരു 2% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. JSW സ്റ്റീലും ടാറ്റ സ്റ്റീലും ഇടിവ് രേഖപ്പെടുത്തി. സ്റ്റീൽ സെക്ടറുകൾ ഇന്ന് നെഗറ്റീവാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റിലും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വളരെയധികം വിസിബിളായിരുന്നു. കാണാം. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ആയ US മാർക്കറ്റായിരുന്നു. അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. ഇന്ത്യ വിക്സ്, പിന്നെ നിക്കി ജപ്പാൻ മാർക്കറ്റ് 900 പോയിൻറ്റ്, കൊറിയ, ചൈന, ജപ്പാൻ. ഈവൻ ഗോൾഡ് കാണാം. XAU/USD ഏറ്റവും ടോപ്പിൽ നിന്ന് 5ാമത്. $58 ആണ് ഗോൾഡ് പെർ ഔൺസിന് ഇടിഞ്ഞിട്ടുള്ളത്. 1.5% ഇടിഞ്ഞു. കൂടാതെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 250 പോയിൻറ്റ് ഇടിവിലാണ്. ബിറ്റ്കോയിനിൽ $7,000 ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എല്ലാ അസറ്റ് ക്ലാസ്സുകളിലും വിസിബിളാണ്. ബിറ്റ്കോയിൻ ആവട്ടെ, ഗോൾഡ് ആവട്ടെ, യൂറോപ്യൻ മാർക്കറ്റ് ആവട്ടെ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ആവട്ടെ, ഇന്നലെ ക്ലോസ് ആയ US മാർക്കറ്റ് ആവട്ടെ, ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റ് ആവട്ടെ, എവിടെയും ഇടിവ്. അതിൻ്റെ ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിഫ്ലക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ കണ്ടു. പക്ഷേ ബീഹാർ ഇലക്ഷൻ്റെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നിഫ്റ്റി അത് കാണാതെ ഇരുന്നില്ല. നിഫ്റ്റിയിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഇനോക്സ് വിൻഡ് 25 കോടി രൂപയിൽ നിന്ന് 91 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അതിൽ വലിയ കോൺട്രാക്റ്റ് 38 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സൺ ടി വി എന്നാൽ 410 കോടി രൂപയിൽ നിന്ന് 354 പ്രോഫിറ്റ് കുറഞ്ഞു. മാരിക്കോ MRF 470 നിന്ന് 530 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ 2 ദിവസം അവധിയാണ്. മാർക്കറ്റിൽ നമ്മൾ ശക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, കമ്മോഡിറ്റി, ക്രിപ്റ്റോ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും വളരെ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീക്കെൻഡ്. താങ്ക് യു ഓൾ.